നമ്മൾ ഈ ഗോൾഫ് ക്ലബ് ഒന്ന് ചുറ്റി വരാൻ വിചാരിച്ചാ, പക്ഷെ ഒരു പകുതിന്ന് ഇങ്ങോട്ട് ഇതാണ് സോളോ റൈഡ് വന്നുള്ള രസം. നമുക്ക് കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് ആരോടും ചോദിക്കാതെ ഏത് വഴി വേണേലും പോവാം. നമ്മൾ നൈറ്റ് ചുമ്മാ നടക്കാൻ ഇറങ്ങിയേക്കാം. ഒരു റൂം കിട്ടി, ഒരു ചെറിയ ലോഡ്ജ് എടുത്തു. ലോഡ്ജ് എല്ലാം ഇവിടെ കിട്ടും, അടിപൊളിയായിട്ട്. നൈറ്റ് മെയിൻ റോഡിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളത്, നമ്മുടെ ഊട്ടി റെയിൽവേ സ്റ്റേഷന് ഇറങ്ങിയിട്ടുള്ള മെയിൻ ഏരിയയിൽ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ലൈറ്റ് ഇല്ലാതെ നൈറ്റ് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. ഇത് പറഞ്ഞാൽ കുറെ ഫുഡ് സ്പോട്ടും കുറെ ഷോപ്പിംഗ് പറ്റിയതും പിന്നെ കുറെ ചോക്ലേറ്റ് കടകളും ഉണ്ട് ഈ ഒരു ഏരിയയില്. റോഡ് എല്ലാം ഇറക്കി ഇറങ്ങി എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കണം. നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ല. ഇങ്ങനത്തെ മെയിൻ ടൗണിലെത്തുമ്പോഴാണ് നമ്മൾ നൈറ്റ് ലൈഫ് കൂടുതലും ചിന്തിക്കുന്നതും. ഊട്ടിയിലെ നൈറ്റ് ലൈഫും ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ മുന്നത്തെ കന്യാകുമാരി വീഡിയോയിൽ കണ്ട ഫുഡ് സ്ട്രീറ്റും നൈറ്റ് ലൈഫും ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ ഈ ഒരു ടൗണിൽ അതിനും മാത്രം പറയാനൊന്നുമില്ല. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം. ആകെയുള്ളത് ഈ ഒരു പച്ചക്കറി മാർക്കറ്റാണ്. ഇത് നൈറ്റ് കുറച്ച് സമയം ഉണ്ടാവും. ഊട്ടിയിലൊരു മെയിൻ മാർക്കറ്റാണ് നമ്മുടെ കോർപ്പറേഷൻ മാർക്കറ്റ്. അത് ഫുൾ സാധനങ്ങളുണ്ട്, പച്ചക്കറിയും ഇഷ്ടം പോലെ പച്ചക്കറിയും പൂക്കളും കഴിക്കാനുള്ളതും സ്വീറ്റ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ഈ റോഡ് ഇങ്ങനെ ഒരു വലിയ മാർക്കറ്റ് ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ടൈം ഞാൻ പോയിട്ടുള്ളത്. ഇത് കൊള്ളാം. ഒരുപാട് ദൂരമുണ്ട്, ഇത് നടന്നാ എത്തുന്നില്ല, അത്രയും ദൂരം സാധനങ്ങളാണ്. ചിക്കൻ കട വരാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഒരു വഴി കയറി മറ്റേ വഴി നമുക്ക് പുറത്തിറങ്ങാം. അത്യാവശ്യം നല്ല ദൂരമുണ്ട്, ഇഷ്ടംപോലെ നമ്മൾ നടന്നതാ. ഇതിൻ്റെ എൻട്രൻസ് എവിടെയെന്ന് മാത്രം അറിയുന്നില്ല. എൻട്രൻസ് ഒന്നും എഴുതിയിട്ടില്ല, എല്ലായിടത്തും ഈ കുറച്ച് ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. തമിഴായ കാരണം വായിക്കാനും പറ്റുന്നില്ല, എന്തൊക്കെയുണ്ട്. ഇന്ന് ജീസസിൻ്റെ അമ്മ സെൻറ് മേരിയുടെ പിറന്നാളാണ്. അപ്പം അതിന് ഊട്ടിയിൽ അവർ നടത്തുന്നൊരു പരിപാടി. അത് ഫുൾ ഗ്രാൻഡ് ബാൻഡ് മേളൊക്കെ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അടിപൊളി ഗ്രാൻഡായിട്ടാണ് ചെയ്യുന്നത്. ഊട്ടിയിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ ആഘോഷം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഉണ്ടോ ഫുൾ എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ. ഫുഡ് കഴിക്കാൻ കുറേ നേരം നോക്കി അവസാനം ഈ ഒരു അമ്മച്ചിയുടെ കടയാണ് എനിക്ക് ഇഷ്ടമായത്. വിലയും തുച്ഛം, നല്ല ഹെൽത്തി ഫുഡും കിട്ടും. ബാക്കി കൂടുതലും ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽസ് ആണുള്ളത്. അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ഒന്നും ഊട്ടി നൈറ്റ് ലൈഫ് കാണാൻ ഇറങ്ങാൻ നിൽക്കണ്ട. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ മുന്നേ കന്യാകുമാരിയൊക്കെ പോയപ്പോൾ അവിടെ നൈറ്റ് ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഫുഡ് സ്ട്രീറ്റ്, ഇഷ്ടംപോലെ ഫുഡ് സ്ട്രീറ്റ്, ഇഷ്ടംപോലെ കച്ചവടക്കാർ, വഴിയോരം, ഭയങ്കര വേറൊരു ലെവലായിരുന്നു അവിടുത്തെ കന്യാകുമാരി. അവിടെ ഡേ ടൈമിൽ കാര്യമായിട്ടൊന്നുമില്ല, നൈറ്റ് ലൈഫാണ് അടിപൊളി. പിന്നെ അതുപോലെ തന്നെ ഷിംല, അവിടെയൊക്കെ രാവിലത്തേക്കാൾ കൂടുതൽ നൈറ്റ് ലൈഫാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ പ്രതീക്ഷിച്ചിറങ്ങിയ ഇതൊക്കെയേ ഉള്ളൂ. നമ്മൾ ഈ ഗോൾഫ് ക്ലബ് ഒന്ന് ചുറ്റി വരാമെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ടൗണിലുള്ള തന്നെ. പക്ഷെ അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ലൈറ്റും കാര്യങ്ങളായിട്ട് ഒരു ടൗണാണ്. ബാക്കി പകുതി ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല, ഫുൾ ഇരുട്ട്. ഒരു 100-300 മീറ്ററോളം ഈ പറഞ്ഞ ഫുൾ ഇരുട്ടത്ത നടക്കുന്നത്. ഇഷ്ടംപോലെ നായക്കളുണ്ട്, ഒരു കുന്തും കാണാനില്ല. ഇടയ്ക്കും നിലയ്ക്കും പോകുന്ന ഈ വണ്ടികളല്ലാതെ വേറെ ഒന്നുമില്ല.
അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇതെങ്ങനെ ഒറ്റയ്ക്ക് നടക്കും? അന്ന് പെട്ടുപോയൊരവസ്ഥ. ഇഷ്ടംപോലെ നായക്കളുണ്ട് ഈ വഴിയിൽ. വെയിലിട്ടായി, എനിക്കറിയാൻ പാടില്ല. ഇടയ്ക്ക് വണ്ടിയോട് വരുന്നുണ്ട്, അതൊരു വലിയ ആശ്വാസമാണ്. ഒരുപാട് വഴിയായി പോയത്. എന്തൊക്കെ ഇരുട്ടായാലും ഇതിൽ ഇവിടെ കയറാം. ഈ കാണുന്നൊരു വ്യൂ ഒരു രക്ഷയില്ല. ഇതാണ് ഗോൾഫ് ക്ലബ്ബ്, കാണത്തില്ല. അതിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു വ്യൂ അതൊരു രക്ഷയില്ല കേട്ടോ. അതൊരു നൈറ്റ് ലൈഫിന് പറ്റിയ വഴിയാണ്. ഇവിടുന്ന് കാണുമ്പോൾ ഭയങ്കര രസമല്ലേ ഇത് കാണാൻ. ഫുൾ ഷോപ്പുകളാണ്. അതാണ് നമ്മുടെ മെയിൻ ടൗൺ വരുന്നത്. ആ ഒരു ഏരിയ മെയിൻ ടൗൺ വരും. അതിങ്ങനെ ചുറ്റി നമ്മളിങ്ങനെ ചുറ്റി പോന്നു. അതിൻ്റെ അതാണ് മെയിൻ സെൻറ്റർ വരാം. അത് മൊത്തം ഷോപ്പുകളും കുറേ ലോഡ്ജുകളുണ്ട്. നമ്മൾ അതിൻ്റെ ആ ഭാഗത്തായിട്ടൊരു ലോഡ്ജിലാണ് ഉള്ളത്. അടിപൊളി. താഴത്തുള്ള ഗോൾഫ് ക്ലബ്, പക്ഷെ അത് ഓപ്പൺ അല്ല. നമുക്കത് രാവിലെ കാണിക്കാൻ പറ്റിയില്ല. അവിടെ നമ്മുടെ വഴിയുണ്ട്. ഇവിടെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു എന്നൊരു ഫീൽ എനിക്കുണ്ട്. അതല്ലാതെ നല്ലൊരു വഴിയാണ്. അപ്പോൾ ഇതാണ് സോളോ റൈഡ് വന്നുള്ള രസം. നമുക്ക് കുറച്ച് റിസ്ക്കൊക്കെ എടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് ആരോടും ചോദിക്കാതെ ഏത് വഴി വേണേലും പോവാം. കുറച്ച് റിസ്ക് എടുക്കണം എന്നുള്ളൂ. അല്ലാത്ത പക്ഷം നല്ലൊരു എക്സ്പീരിയൻസ് അത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി അത്, ഒറ്റയ്ക്കുള്ള യാത്ര. അപ്പോൾ ചെറിയൊരു വീഡിയോ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.